മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 8 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, സ്ട്രെയിറ്റ് ലൈൻ റിലേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 മീറ്റ് ദ കോർഡിനേറ്റ് ആക്സിസ് എക്സ് ആൻഡ് വൈ അറ്റ് ദ പോയിന്റ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്കിതിങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ മൂവ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആക്സിസിൽ എ ആൻഡ് ബിയിലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈന് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 10 ആണ് അല്ലേ. 10 വൈക്ക് 0 കൊടുത്ത് എക്സ് 1 കിട്ടും. മറ്റേതെന്താ 0-1 ആണ് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈന്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 കോർഡിനേറ്റ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എയും ബിയുമാണ് എന്ന് പറഞ്ഞു. ഇനി എ റൈറ്റ് ആംഗിൾ triangle AMN is inscribed in the triangle OAB. OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AMN വേർ O is the origin ആണ്. ആൻഡ് ദ പോയിന്റ്സ് M and N ലൈസ് ഓൺ OB ആൻഡ് AB. OBയിലാണ് M ഉള്ളത്. M എന്ന് പറയുന്ന പോയിന്റ് OB എന്ന് പറയുന്ന ലൈനിലുള്ള എവിടെയോ ഒരു പോയിന്റാണ് M. N എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? എ ബിയിലാണ് എന്ന് പറയുന്ന പോയിന്റ് എ ബിയിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AM എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി ഞാൻ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കൂ, ക്രിയേറ്റ് ചെയ്യണത് AMN എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്ക് വന്നു. ഇതാ AMN. ഇൻസ്ക്രൈബ്ഡ്. ഇതാണ് AMN എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ട്രയാങ്കിൾ OAB. ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ AMN, ഏരിയ ഓഫ് ട്രയാങ്കിൾ AMN is equal to 4/9 into ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB. നോക്കൂ, 4/9 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB. ട്രയാങ്കിൾ OABൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു OAB. ബേസും 1 ആണ്, ഹൈറ്റും 1 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ AMN റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് 1/2 ഇൻറ്റു AMN ആണ്. അപ്പോൾ AN അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 AN കേട്ടോ. ഇതാണ് AN, ശ്രദ്ധിക്കുക. AN, മറ്റേത് MN. AMNൻ്റെ ഏരിയ AN ഇൻറ്റു MN ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? അത് 2/9 റൈറ്റിൽ കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു AN ഇൻറ്റു MN ഇസ് ഈക്വൽ ടു 2/9 ആണ്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതി വെക്കാം? AM ഇൻറ്റു MN ഇസ് ഈക്വൽ ടു 2 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ AM ഇൻറ്റു MN ഇസ് ഈക്വൽ ടു AN മാറിപ്പോയി ഇവിടെ. AN ഇൻറ്റു MN ഇസ് ഈക്വൽ ടു 4/9. ഓക്കെ, AN എന്ന് പറയുന്ന സൈഡ്, ഇനി നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുക. AN എന്ന് പറയുന്ന ഈ സൈഡും നമുക്ക് കണ്ടുപിടിക്കണം. AN ഈ സൈഡാണ്. MN എന്ന് പറയുന്ന ഈ സൈഡും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, OAB. ആൻഡ് കണ്ടീഷൻ നോക്കുക. AN ഈസ് ടു NB. നോക്കുക, ഇനി ഇവിടേക്ക് ശ്രദ്ധിക്കുക. AN ഈസ് ടു NB ഈസ് ഈക്വൽ ടു ലാംഡ ഈസ് ടു 1 ആണ്. AN ഈസ് ടു NB. ഇത് AN, ഇവിടെ AN, ഇത് ലാംഡ ഈസ് ടു 1 ആണ്. AN ഈസ് ടു NB ഈസ് ഈക്വൽ ടു ലാംഡ ഈസ് ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ എന്നാണ് ക്വസ്റ്റ്യൻ.
അപ്പം ഇനി നിങ്ങൾ നോക്കുക, എ ബി കണ്ടോ, എ ബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എ ബി √2 അല്ലേ? നോക്കിയേ, എ ബി √2 അല്ലേ? എ ബി √2. ഏതൊക്കെ? 1 0 0 1 തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബി ടോട്ടലായിട്ട് √2 ആണ്. ഓക്കെ, എ ബി ടോട്ടൽ √2 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? എ എന്നും എം എന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ ഫോർമുലയിലേക്ക് നമുക്ക് പോവാം. സെക്ഷൻ ഫോർമുല വെച്ചിട്ട് എന്നിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കൊന്ന് എഴുതാം. എന്നിൻ്റെ കോർഡിനേറ്റ്സ് mx2 + nx1/m + n ലാംഡ × 0 + 1 × 1 1 1/λ + 1 1/λ + 1. ഇനി my2 ലാംഡ ഇൻറ്റു അപ്പുറത്ത് 1 ആണ്. ലാംഡ × 1 ലാംഡ + 0 × 1 0, സോറി 1 × ലാംഡ ഇൻറ്റു my2 ലാംഡ × 1 1 × 0 ലാംഡ/λ + 1. അക്കോർഡിംഗ് ടു സെക്ഷൻ ഫോർമുല അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ലാംഡ ഈസ്റ്റ് 1 ആണ്. സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പം എന്നിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി 1/λ + 1 ലാംഡ/λ + 1 ആണെന്ന് കിട്ടി. അത് ഞാനിവിടെ എഴുതുന്നുണ്ട്. എന്നിൻ്റെ കോർഡിനേറ്റ്സ് 1/λ + 1 ലാംഡ/λ + 1 ഏതിൻ്റെ കോർഡിനേറ്റ്സ് പറ? എന്നിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയായി. ഇനി നമുക്ക് എന്നിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി എ എൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. എ എൻ എന്ന് പറയുന്നത് ടോട്ടൽ √2 ആണ്. √2 ആണ് എന്ത് വരുന്നത്? എ എൻ വരുന്നത്. ഇനി നമുക്ക് ഏതിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം? നിൽക്കട്ടെ, നമുക്ക് എ എൻ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. എ എൻ്റെ ലെങ്ത് ടോട്ടൽ എന്താണ്? എ ബി എന്താ? √2 ആണ്. അപ്പോൾ ആ √2 നമുക്ക് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്? ലാംഡ/λ + 1 എന്ന്, സോറി ലാംഡ ഈസ്റ്റ് 1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ടോട്ടലി അത് ഡിവൈഡ് ടോട്ടലി ഇവിടെ ഇത് എത്രയാണ്? √2 ആണ്. ടോട്ടലി എ ബി എന്ന് പറയുന്നത് √2 ആണ്. അപ്പം ഇവിടെയാണ് എൻ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ലാംഡ ഈസ്റ്റ് 1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എ എന്നിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ള √2-ൽ ലാംഡ/λ + 1 എന്ന് പറയുന്ന അല്ലേ, ലാംഡ ടോട്ടൽ നമ്മൾ ലാംഡ + 1 ഭാഗങ്ങളാക്കി മാറ്റി. അതിൽ ലാംഡ ഭാഗങ്ങളാണ് എ എന്നും 1 ഭാഗമാണ് ഒരു പാർട്ടാണ് ഏത്? എൻ ബിയും ഉള്ളത്. അപ്പോൾ എ എൻ എന്ന് പറഞ്ഞാൽ √2 ലാംഡ + 1 അല്ലേ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, എ എൻ കിട്ടി. √2 ലാംഡ/λ + 1 ടോട്ടൽ എ ബി √2 ലാംഡ ഈസ്റ്റ് 1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ആ √2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ ലാംഡ + 1 ഭാഗങ്ങളാക്കി മാറ്റി. അതിൽ ലാംഡ ഭാഗമാണ് എ എൻ, ഒരു ഭാഗമാണ് ഏത്? എൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ എൻ √2 ലാംഡ/λ + 1 ആണ് എ എൻ. ഇനി എൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എൻ ഓക്കെ ആയി, നമുക്ക് ലാംഡയുടെ പോസിബിൾ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ലാംഡയിൽ വരുന്ന ഇക്വേഷൻ ഉണ്ടാക്കണം. എ എൻ ഓക്കെ ആയി കേട്ടോ. എ എൻ ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇനി എൻ ബി നോക്കൂ. എൻ ബി എങ്ങനെ എടുക്കുക നോക്കാം. എൻ ബിയിൽ അത് പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പം ഈ എ ബിയുടെ സ്ലോപ്പ് ഉണ്ടല്ലോ, എ ബിയുടെ സ്ലോപ്പ് -1 ആണ്. എ ബിയുടെ സ്ലോപ്പ് എന്താ? -1 ആണ്. x + y = 1 ആണ് എ ബിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എ ബിൻ്റെ സ്ലോപ്പ് -1 ആണ്. എ ബിയും എം എന്നും അല്ലെങ്കിൽ എൻ എമ്മും പെർപെൻഡിക്കുലർ ആണ്. അതും ഈ ലൈനും എന്താ? പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഈ എം എന്നിൻ്റെ സ്ലോപ്പ് എന്താണ്? 1 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇക്വേഷൻ ഓഫ് എം എന്നിലേക്ക് നമുക്ക് പോവാം. ഇക്വേഷൻ ഓഫ് എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y - y1 എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിന്റ് ലാംഡ/λ + 1 = m1 × x - കോർഡിനേറ്റ് എന്താ? 1/λ + 1. ഇതാണ് ഏതിൻ്റെ ഇക്വേഷൻ? എം എന്നിൻ്റെ ഇക്വേഷൻ.
ഓക്കെ, ഈ എം എന്നിൽ നമുക്ക് എം എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, ഈ എമ്മിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ എമ്മിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എം എന്താ ആക്സിസിലാണ്? വൈ ആക്സിസിലാണ്. അപ്പം നമുക്ക് എക്സിന് നമുക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y ഇസിക്കൽ ടു എന്താ വരിക? ലാംഡ ബൈ ലാംഡ പ്ലസ് 1 മൈനസ് 1 ബൈ ലാംഡ പ്ലസ് 1 കിട്ടി. എന്താ? ലാംഡ മൈനസ് 1 ബൈ ലാംഡ പ്ലസ് 1 കിട്ടി. അപ്പോൾ എമ്മിൻ്റെ കോർഡിനേറ്റ്സിലേക്ക് നമുക്ക് കിട്ടി. എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതുന്നു 0, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് ലാംഡ മൈനസ് 1 ബൈ ലാംഡ പ്ലസ് 1 ആണ്. ഇനി എം എന്ന് ഡിസ്റ്റൻസ് ഫോർമുലയിൽ കൊടുക്കുന്നു. അപ്പോൾ എം എന്ന് നമുക്ക് കിട്ടുന്നു. വാട്ട് ഈസ് എം എന്ന്? എം എൻ ഡിസ്റ്റൻസ് ഫോർമുലയിൽ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ്, ശ്രദ്ധിക്കൂ, റൂട്ട് ഓഫ് ഏതിൽ നിന്ന്? 1 ബൈ ലാംഡ പ്ലസ് 1, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1 ബൈ ലാംഡ പ്ലസ് 1 മൈനസ് 0. അപ്പോൾ എന്താണ്? 1 ബൈ ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അല്ലേ ഡിഫറൻസ് ഇൻ വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പം എന്താണ്? ലാംഡ മൈനസ് ലാംഡ മൈനസ് 1. വൈ കോർഡിനേറ്റുകൾ തമ്മിൽ നോക്കൂ, ഇവിടെ ലാംഡ, ഇവിടെ ലാംഡ മൈനസ് 1, ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ ലാംഡ ക്യാൻസൽ ആവും, 1 തന്നെയാവും. 1 ബൈ ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് 2. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 2 ബൈ റൂട്ട് ഓഫ് 2 ബൈ ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ കിട്ടി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ബൈ ലാംഡ പ്ലസ് 1. അപ്പോൾ എം എൻ കിട്ടി, എ ബിയും കിട്ടി. എം എൻ കിട്ടി, എം എൻ കിട്ടി, എ എന്നും കിട്ടി. ശരി, ഇനി ഇതിലേക്ക് വന്നു. എ എൻ ഇൻറ്റു എം എൻ സീക്കൽ ടു 4/9 റൂട്ട് 2 ലാംഡ ബൈ ലാംഡ പ്ലസ് 1 ഏത്? എ എൻ ഇൻറ്റു എം എൻ റൂട്ട് 2 ബൈ ലാംഡ പ്ലസ് 1 ഇസിക്കൽ ടു 4/9 എന്ന് കിട്ടി. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2, ആ 2 4ൽ കട്ട് ചെയ്തു 2. ബാക്കി ലാംഡ ബൈ ലാംഡ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു 2/9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 ലാംഡ ഇസിക്കൽ ടു 2 ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 എന്ന് കിട്ടുന്നു എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്. സോ ദാറ്റ് ഈസ് 9 ലാംഡ ഇസിക്കൽ ടു 2 ലാംഡ സ്ക്വയർ പ്ലസ് 4 ലാംഡ പ്ലസ് 2 എന്ന് എഴുതുന്നു. അപ്പോൾ 2 ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 2 ഇസിക്കൽ ടു 0 എന്ന് എഴുതുന്നു. ഇത് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇസിക്കൽ ടു 0 എന്ന് കിട്ടുന്നു. ലാംഡേൻ്റെ വാല്യൂ 1/2ഉം ലാംഡേൻ്റെ വാല്യൂ 2ഉം. ലാംഡ എന്ന് പറഞ്ഞാൽ റേഷ്യോയാണ്, അതായത് എ എൻ ഈസ് ടു എൻ ബി ആണ് എന്ത്? ലാംഡ ഈസ് ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ എ എൻ ഈസ് ടു എൻ ബി എന്ന് പറയുമ്പോൾ ലാംഡ ഈസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ നമുക്ക് 2:1 എന്ന് പറയുന്ന റേഷ്യോയാവും. അടുത്തത് 1/2 ആണ് റേഷ്യോ. അപ്പോൾ 1/2 ഈസ് ടു ലാംഡ എന്ന് പറയുമ്പോൾ 1/2 ആണ് റേഷ്യോ. അപ്പോൾ 1:ലാംഡ എന്ന് പറയുമ്പോൾ 2:1 എന്ന് വരും. അപ്പോൾ ഈ ഒരു വാല്യൂ എടുക്കുന്നതായ സമയത്ത് നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എൻ എന്ന് പറയുന്ന പോയിന്റ് എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടാണ് മാറുക. എ ബിയുടെ എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ട് മാറും. ഏത്? 1/2 എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ലാംഡേൻ്റെ വാല്യൂ 2 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ലാംഡ ഈസ് 2 ആണ്. സം ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ എന്ന് പറയുന്ന സമയത്ത് 2 ആണ് ആൻസർ. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, ചെയ്തുണ്ടാക്കാനുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ.